ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ഉണ്ടംപൊരി, അതിൽ നമ്മൾ ബോണ്ട എന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു ഉണ്ടംപൊരിക്ക് ചില ഭാഗങ്ങളിലൊക്കെ പഴം കേക്ക് എന്നും പറയാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ഉണ്ടംപൊരി. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചേട്ടാ ബോണ്ട എടുത്ത് തരുമോ, അങ്ങനെയാണ് ചോദിക്കാറ്. അപ്പോൾ എന്തായാലും ആ ബോണ്ടയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്, അതായത് നമ്മുടെ ആട്ടപ്പൊടി. അത് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിനാണ് കേട്ടോ ഞാൻ അളവ് എടുക്കുന്നത്. നമ്മുടെ 250 ml മെഷർമെൻറ്റ് കപ്പിന് നമ്മൾ 1.25 കപ്പ് ആട്ടപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കൂടെ നമ്മൾ 1 കപ്പ് മൈദപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഉണ്ടംപൊരി ഇന്ന് ചെയ്തിട്ട് എടുക്കുന്നത്. അടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. അതായത് നമ്മൾ അപ്പസോഡ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർക്കാറില്ലേ, അതാണ് ഇനി ചേർക്കേണ്ടത്. അത് നമ്മളൊരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്തിട്ട് കൊടുക്കാം. ഒരുപാട് കൂടണ്ടാട്ടത്, 1/2 ടീസ്പൂൺ മാത്രം മതി. ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞിട്ട് എടുക്കാം. അതിൽ വല്ല കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ആദ്യമേ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇത് മധുരമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഒരുപാടൊന്നും ഉപ്പ് നമ്മളിതിലേക്ക് ചേർക്കില്ല, വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ കൂടെ നമ്മുടെ ഉണ്ടംപൊരിക്ക് കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതൊരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ നമ്മുടെ ടേസ്റ്റൊക്കെ അനുസരിച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നമ്മളിതൊന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് വെക്കുകയാണ്. ഇത് നമ്മുടെ ഉണ്ടംപൊരിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 7 ഏലക്ക വരെ ചേർത്തിട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു പൊടിയിലേക്ക് ചേർത്തി കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാനങ്ങനെ പൊടിച്ചെടുത്ത് കയ്യിലില്ലാത്തതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നതാണ്. കൂടെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏലക്കയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ആദ്യമേ തന്നെ. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറുപഴമാണ്. അപ്പോൾ നമ്മൾ നല്ല മധുരമുള്ള നല്ല പഴുത്തിട്ടുള്ള പഴമാണ് ചേർക്കുന്നത്. നമ്മൾ ചെറിയ പഴമാണ് കേട്ടോ ചേർക്കുന്നത്, ചെറുപഴം. അതിൽ നമ്മൾ പാളയംകോടൻ പഴം എന്നൊക്കെ പറയാറില്ലേ, അതാണ് ചേർക്കുന്നത്. മൈസൂർ പഴം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പഴങ്ങളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 5 ചെറുപഴം വരെയാണ് ഇവിടെ ചേർക്കുന്നത്. അത് 5ഉം ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പോലെ നന്നായിട്ട് ഒട്ടും തന്നെ നമ്മുടെ പഴം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഷ്ണങ്ങളായിട്ടൊന്നും കാണാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കറങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പൊടിയിലേക്ക് ഇത് ചേർക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ ജീരകപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളിപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെയും അതുപോലെ തന്നെ പഞ്ചസാരയുടെയും ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒരുപാട് ബാക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ. ആ പഴത്തിൻ്റെയും അതുപോലെ പഞ്ചസാരയുടെ ഒക്കെ ഒരു മിക്സ് ബാക്കി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിലേക്ക് തുടച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിത് ചേർത്തിയിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നതിന് ശേഷമാണ് നമ്മളതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്പൂണൊന്നും വേണ്ട, നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. എങ്കിൽ മാത്രമേ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ല പരുവത്തിൽ നമുക്ക് അത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലുള്ള ഈ ഒരു ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഒന്ന് പോന്നിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ബാക്കി നിൽക്കുന്ന ഷുഗറും പഴം അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടിക്കോളും. എന്നിട്ട് കുറേശ്ശെ മാത്രം ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഒരിക്കലും ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ മാത്രം ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം ഒരുപാട് ലൂസല്ല എന്നാൽ ഒരുപാട് കട്ടിക്കുമല്ല. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സാവകാശം എടുത്തിട്ട് വേണം നമ്മുടെ കയ്യിൽ നിന്നും അത് വീണ് പോരാൻ. ആ ഒരു പരുവാണ് കറക്റ്റായിട്ട് നമ്മുടെ ഉണ്ടംപൊരിയുടെ കൺസിസ്റ്റൻസി. ഒരു സ്പൂണിൽ വെച്ച് ഒഴിക്കുകയാണെങ്കിലും പെട്ടെന്ന് അങ്ങ് ചാടരുത്, ഇത്തിരി സമയം എടുത്തിട്ടാണ് അത് ചാടുക. അത്ര കട്ടി ഉണ്ടാവണം അതിന്, ഒരുപാട് കട്ടിയല്ല കേട്ടോ. എന്താ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കറക്റ്റായിട്ട്.
നമ്മുടെ കൈ വെച്ചിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ ഒരിത്തിരി മാവ് ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരിത്തിരി ടൈം എടുത്തിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് അത് വീണ് പോവുക. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് വേണം നമ്മളിത് മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പം ആ കിട്ടുന്ന ആ ഒരു ഉണ്ടംപൊരിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇപ്പം തന്നെ നമ്മളിത് കൊണ്ടുപോയിട്ട് ഉണ്ടംപൊരി ചെയ്യുന്നില്ല. ഒരു 2-3 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. സമയം ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ വെക്കുക. സമയമില്ലാത്തവർ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതേ നമ്മുടെ ഉണ്ടംപൊരിയുടെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 2-2.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ മാവ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചതിനേക്കാളും ഒരു ഇത്തിരി കൂടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ടാവും. ഒരു ശകലം കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഒരു ശകലം മാത്രം ലൂസായി വന്നിട്ടുണ്ടാവും. ഇനി നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് വെള്ളം നനച്ചിട്ടെടുക്കാം. എന്നതിന് ശേഷം വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടായിരിക്കും, കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടായിരിക്കും നമ്മുടെ മാവ് ഇരിക്കുന്നത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആ ഒരു പരുവം തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ടും വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ട് നമ്മുടെ കൈ നന്നായിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടംപൊരിയിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സ്പൂണ് വെച്ച് ഒഴിക്കുന്നവരുണ്ട്, പല രീതിയിലാണ് ഉണ്ടംപൊരിക്ക് ഒഴിക്കാറ്. നമ്മുടെ ചായക്കടയിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വലിയ ചട്ടിയിൽ ഒരുപാട് ഇങ്ങനെ ഒരേ സമയം പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതുപോലെ കൈ ഒന്ന് നന്നായിട്ട് നനച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ കുറേശ്ശെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൈയായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ചായക്കടയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇത് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പം ഇതുപോലുള്ളൊരു കുഴിയുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അത്യാവശ്യം നമ്മുടെ ഉണ്ടംപൊരി ഇടുമ്പം നന്നായിട്ട് മുങ്ങിക്കിടക്കണം, അത്രയും ഓയിൽ വേണം. അപ്പോൾ നമുക്കിതിൻ്റെ ഓയിലിൻ്റെ ചൂടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പോർഷൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഇത്തിരി കൂടെ നമ്മുടെ ഓയിലൊന്ന് ചൂടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ഉണ്ടംപൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും അത്യാവശ്യം നമ്മുടെ കൈ ഒന്ന് നനവുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും നമ്മുടെ കയ്യിൽ നിന്ന് അത് വീണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ കയ്യിലിട്ടിട്ട് ഒന്നൊന്ന് ഉരുട്ടിയെടുത്തിട്ട് അങ്ങനെ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, തീ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിലിന് വലിയ ചൂട് വേണ്ട. കാരണം ഉണ്ടംപൊരിയുടെ ഉള്ളൊക്കെ ഒന്ന് കുക്കായിട്ട് വരണമെങ്കിൽ അത് നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. വളരെ വലിയ ചൂടിൽ ഓയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം പെട്ടെന്ന് അങ്ങ് കളറ് മാറും, ഉൾവശത്തേക്ക് കറക്റ്റായിട്ട് കുക്കാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു ഓയിലിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് കൂടി പോകുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ടാണ് നിങ്ങളത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു 4 ഉണ്ടംപൊരി അതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിവശം താഴെ വശം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് തോന്നുന്ന സമയത്ത് നമുക്ക് വളരെ പതിയെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. കുറച്ചും കൂടെ ഞാൻ അപ്പോൾ ഇതിൽ നിറയെ ഓയിൽ എടുക്കാത്തത് ഓയിൽ പുറത്തോട്ട് തുളുമ്പെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം കുറച്ച് വലിയ ചട്ടി, ഇപ്പോൾ ചെറിയ ചട്ടിയാണ്. വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു വശം ഇങ്ങനെ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് അതിൻ്റെ ഉൾവശം അത്യാവശ്യം നന്നായിട്ട് കുക്കാക്കിയിട്ട് തന്നെ എടുക്കണം. അതേപോലെ തന്നെ പുറം വശം ഈ ഒരു പോലെ നല്ലൊരു ഭംഗിയുള്ള ഗോൾഡൻ ബ്രൗൺ കളറാവും. കുറച്ചും കൂടെ കളർ വരണം കേട്ടോ. ഉണ്ടംപൊരി കഴിച്ചവർക്ക് അറിയുന്നുണ്ടാവും, അത്യാവശ്യം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ആണ് അതിന് ഉണ്ടാവാറ്. അപ്പോൾ ഒരു കുറച്ചുകൂടെ സമയം നമ്മളിത് ഓയിലിട്ടിട്ടാണ് നമ്മളിത് കോരിയെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ടംപൊരി നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ അത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലും ലുക്കിലൊക്കെ ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരി നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഓയിലിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ പുറം വശം മാത്രം പെട്ടെന്ന് കളർ മാറിയിട്ട് ഉള്ളിലേക്കുള്ള മാവ് നമ്മുടെ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയൊക്കെയാണ് അതങ്ങനെ വേവാണ്ട് കിടക്കും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു പച്ച ചുവ വരും, മാവിൻ്റെയൊക്കെ ഒരു പച്ച ചുവയാണ് കിട്ടുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.